നമസ്കാരം. ജെ ലൈഫ് സ്റ്റൈൽ സ്ലീപ്പിംഗ് സ്റ്റോറി ടെല്ലിംഗ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ രാത്രിയുടെ ശാന്തതയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദിനം മുഴുവൻ ഉണ്ടായ തിരക്കുകളും ചിന്തകളും അല്പസമയം മറന്ന് മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാനുള്ള സമയമാണിത്. സുഖമായി കിടക്കൂ, കണ്ണുകൾ പതുക്കെ അടയ്ക്കൂ. എന്റെ ശബ്ദത്തോടൊപ്പം ഈ മനോഹരമായ കഥയുടെ ലോകത്തിലേക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഉറക്കക്കഥയിലേക്ക് സ്വാഗതം. എന്റെ പേര് അലക്സ്. എനിക്ക് 13 വയസ്സായിരുന്നു. ഞാൻ താമസിച്ചിരുന്നത് ഒരു വീട്ടിലല്ല. അതെ, നിങ്ങൾ ശരിയായി കേട്ടതാണ്. എനിക്ക് സ്വന്തമായി ഒരു വീടില്ലായിരുന്നു. ഞാൻ നഗരത്തിലെ ഒരു വലിയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ് ജീവിച്ചിരുന്നത്. ചില രാത്രികളിൽ കടയുടെ മുന്നിലും ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലെ ബെഞ്ചിലുമായിരുന്നു ഉറക്കം. എന്റെ മാതാപിതാക്കളെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കായി. ആളുകൾ എനിക്ക് ഭക്ഷണം തന്നാൽ കഴിക്കും. ചിലപ്പോൾ ചെറിയ ജോലികൾ ചെയ്ത് കുറച്ച് പണം സമ്പാദിക്കും. ജീവിതം കഠിനമായിരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അത് പഠിക്കാനുള്ള ആഗ്രഹം. സ്കൂളിൽ പോകാൻ പണമില്ലായിരുന്നു. എന്നാൽ നഗരത്തിലെ സർക്കാർ ലൈബ്രറിയിൽ ഞാൻ പലപ്പോഴും പോകുമായിരുന്നു. അവിടെ ആരും എന്നെ ശ്രദ്ധിക്കാറില്ല. ഞാൻ പുസ്തകങ്ങൾ വായിക്കും. ശാസ്ത്രം, ചരിത്രം, കഥകൾ. കിട്ടുന്നതെല്ലാം വായിക്കും. ആളുകൾ എന്നെ ഒരു സാധാരണ തെരുവ് കുട്ടിയായി കണ്ടു. പക്ഷേ എന്റെ മനസ്സിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം കനത്ത മഴ പെയ്തു. ഞാൻ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ പഴയ ഒരു കെട്ടിടത്തിലേക്ക് ഓടി. അത് വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട ഒരു ഓഫീസ് കെട്ടിടമായിരുന്നു. അകത്ത് ഇരുട്ടായിരുന്നു. ഞാൻ ഒരു കോണിൽ ഇരുന്ന് മഴ തീരാൻ കാത്തിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുറിയുടെ മറുവശത്ത് എന്തോ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ പതുക്കെ അവിടേക്ക് നടന്നു. അവിടെ ഒരു പഴയ മേശ ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് ഒരു പേൻ. സാധാരണ പേന പോലെയല്ല, നീല നിറത്തിൽ തിളങ്ങുന്ന ഒരു പേൻ. ഞാൻ അത് എടുത്തു. അപ്പോൾ അതിൽ കൊത്തിവെച്ചിരുന്ന വാക്കുകൾ കണ്ടു. ബുദ്ധിയുള്ളവൻ മാത്രം ഈ ശക്തി ലഭിക്കും. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ പേന പോക്കറ്റിൽ ഇട്ടു. അന്ന് രാത്രി ബസ് സ്റ്റാൻഡിലെ ബെഞ്ചിൽ ഇരുന്ന് ഒരു പഴയ കടലാസിൽ എന്തോ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞാൻ എഴുതുന്ന വാക്കുകൾ ചെറിയ പ്രകാശം പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ അത് എന്റെ തോന്നലാണെന്ന് കരുതി. പക്ഷേ പിന്നീട് ഞാൻ ഒരു വാക്ക് എഴുതി. ആപ്പിൾ. എഴുതിക്കഴിഞ്ഞതും കടലാസിന്റെ മുകളിൽ ഒരു യഥാർത്ഥ ആപ്പിൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. ഇത് എങ്ങനെ സാധ്യമാണ്? ഞാൻ വീണ്ടും ശ്രമിച്ചു. പുസ്തകം. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പുസ്തകം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇത് സാധാരണ പേനയല്ല. ഇത് മാന്ത്രിക പേനയാണ്. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം ഞാൻ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി. ചെറിയ സാധനങ്ങൾ എഴുതിയാൽ അവ യഥാർത്ഥമാകുന്നു. പക്ഷേ ഒരു കാര്യം വിചിത്രമായിരുന്നു. ഞാൻ 1 കോടി രൂപ എന്ന് എഴുതിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല. സ്വർണ്ണക്കട്ടി എന്ന് എഴുതിയപ്പോഴും ഇല്ല. എത്ര ശ്രമിച്ചിട്ടും വിലപിടിപ്പുള്ള വസ്തുക്കൾ സൃഷ്ടിക്കാൻ പേന അനുവദിച്ചില്ല. ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ പേന ആവശ്യങ്ങൾ നിറവേറ്റും, ലോഭം നിറവേറ്റില്ല. ആ ദിവസം മുതൽ ഞാൻ ആ ശക്തി മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിച്ചു. ഒരു ദിവസം വിശന്ന് കരയുന്ന ഒരു ചെറിയ കുട്ടിയെ കണ്ടു. ഞാൻ ഒളിച്ചിരുന്ന് കടലാസിൽ എഴുതി, ഭക്ഷണപ്പെട്ടി. അല്പസമയം കഴിഞ്ഞ് ഒരു ഭക്ഷണപ്പെട്ടി അവന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പതിയെ നഗരത്തിൽ ഒരു കഥ പ്രചരിക്കാൻ തുടങ്ങി. അദൃശ്യ സഹായകൻ. ആർക്കെങ്കിലും ആവശ്യമായ ഒരു സാധനം കിട്ടും. പക്ഷേ അത് ആരാണ് നൽകുന്നത് എന്ന് ആർക്കും അറിയില്ല. ഞാൻ ആരോടും രഹസ്യം പറഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ലൈബ്രറിയിൽ പുസ്തകം വായിക്കുമ്പോൾ ഒരു വാർത്ത കണ്ടു. നഗരത്തിലെ പ്രശസ്ത വ്യവസായി രാജീവ് മേനോൻ. അദ്ദേഹം വളരെ സമ്പന്നനായിരുന്നു. പക്ഷേ അത്യാഗ്രഹിയും. പത്രത്തിൽ ഒരു വാർത്ത. നഗരത്തിലെ രഹസ്യ സഹായകനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണം. ഞാൻ ആ വാർത്ത വായിച്ച് ഞെട്ടി. എന്തിനാണ് ഒരു സമ്പന്നനായ മനുഷ്യൻ ഇതിൽ താൽപര്യം കാണിക്കുന്നത്? അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നഗരത്തിൽ പല അജ്ഞാത ആളുകളെ ഞാൻ കണ്ടു. അവർ ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു, അന്വേഷിക്കുകയായിരുന്നു. ആരോ എന്റെ രഹസ്യത്തിന്റെ പിന്നാലെ വരികയാണെന്ന് എനിക്ക് തോന്നി. ഒരു രാത്രി ഞാൻ ഒരു രോഗിയായ വയോധികൻ മരുന്ന് ലഭിക്കാൻ സഹായിക്കുകയായിരുന്നു. അപ്പോൾ അകലെ നിന്ന് ഒരു ക്യാമറയുടെ ഫ്ലാഷ് കണ്ടു. ആരോ എന്നെ ചിത്രീകരിച്ചിരിക്കുന്നു. ഞാൻ ഉടൻ അവിടെ നിന്ന് ഓടി. പക്ഷേ വൈകിപ്പോയിരുന്നു. മറുനാൾ രാവിലെ ഒരു കറുത്ത കാർ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ നിർത്തി. അതിൽ നിന്ന് 2 ആളുകൾ ഇറങ്ങി. അവർ നേരെ എന്റെ അടുത്തേക്ക് വന്നു. അടുത്ത ഭാഗത്തിൽ മാന്ത്രിക പേനയുടെ രഹസ്യം ഇപ്പോൾ കൂടുതൽ അപകടകരമായ വഴിയിലേക്ക് കടക്കുകയാണ്. ഋഥവ്വന്റെ മാന്ത്രിക പേനയെക്കുറിച്ച് രാജീവ് മേനോൻ അറിയുന്നു.
പക്ഷേ അവൻ പേനയുടെ ശക്തി മാത്രമല്ല വേണ്ടത്, അതിന്റെ പിന്നിലുള്ള രഹസ്യവും സ്വന്തമാക്കണം. രാജീവ് സാറിനെ കാണാൻ അലക്സ് പോകുമോ? മാന്ത്രിക പേനയുടെ യഥാർത്ഥ ഉദ്ഭവം എന്താണ്? ഈ പേനയ്ക്ക് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രഹസ്യമുണ്ടോ? അലക്സ് തന്റെ ബുദ്ധി ഉപയോഗിച്ച് ശക്തരായ ശത്രുക്കളെ നേരിടാൻ കഴിയുമോ? ആവേശവും രഹസ്യങ്ങളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും നിറഞ്ഞ അടുത്ത ഭാഗം ഉടൻ വരുന്നു. അടുത്ത ഭാഗം നഷ്ടമാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. മാന്ത്രിക പേന കിട്ടിയ തെരുവ് ബാലൻ ഭാഗം 2 ഉടൻ.